ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് ഉണ്ടാക്കിയാലോ. നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടാണ്. അതിനായിട്ട് ഞാൻ 1 കപ്പ് ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലൊരു വിസിലടുപ്പിച്ചെടുത്തിട്ടുള്ളതാണിത്. ക്യാരറ്റ് കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച വെള്ളവും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത ക്യാരറ്റാണ്. ഇനി ഇതോടൊപ്പം ഞാൻ 3 ഡേറ്റ്സ് കൂടി എടുത്തിട്ടുണ്ട്. ഈ ഡേറ്റ്സിൻ്റെ അരി മാറ്റിയിട്ട് ചെറു ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ജ്യൂസ് തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇളം ചൂടുവെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടും. ഇനി ഇതോടൊപ്പം ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാരയും 2 ഏലക്കായും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കായുടെ ഈ തോലൊന്ന് മാറ്റിയിട്ട് വേണം നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട്. ഇതോടൊപ്പം 1 കപ്പ് പാലും 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തിളപ്പിച്ച് ആറിയ പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഐസായിട്ടുള്ള പാൽ ഉപയോഗിക്കാവുന്നതാണ്. ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം നമുക്ക് ഡേറ്റ്സ് കൂടി ഇട്ട് കൊടുക്കാം. ഏലക്കയുടെ തോലൊന്ന് മാറ്റിയതിന് ശേഷം അതിൻ്റെ അരി മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഫ്ലേവർ ഇട്ട് കൊടുക്കാം. വാനില എസൻസ് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചുക്കുപൊടി ആയാലും മതിയാവും. ഇതിലേക്ക് 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡും ആവശ്യത്തിനുള്ള മധുരവും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ മധുരം കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. മിൽക്ക് മെയ്ഡിൽ ഓൾറെഡി നല്ല മധുരമായിരിക്കും. മിൽക്ക് മെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും ഡേറ്റ്സും എല്ലാം നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ പാല് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. നല്ല ഐസായിട്ടുള്ള പാൽ എടുക്കാന്നുണ്ടെങ്കിൽ നല്ലൊരു ക്യാരറ്റ് ഷേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല ജ്യൂസായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ നോമ്പൊക്കെ തുറക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളതായിരിക്കും നല്ലത്. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം. തണുപ്പൊന്നും ഇല്ലാത്ത നമ്മുടെ നല്ല ക്യാരറ്റിൻ്റെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല തണുപ്പുള്ള പാലും യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല തണുത്ത് നല്ല അടിപൊളി ക്യാരറ്റ് ഷേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഈ ക്യാരറ്റ് ജ്യൂസ് നല്ല തിക്കുള്ള കൺസിസ്റ്റൻസിയാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ലൂസാക്കാം. നമ്മൾ ക്യാരറ്റ് പച്ചയ്ക്ക് തന്നെ അടിക്കുമ്പോൾ ഇത്ര ഒരു ടേസ്റ്റി ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഒരു ജ്യൂസ് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളിനി ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കി നോക്കുമ്പോൾ ഇതുപോലെ വേവിച്ചിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്കസ് കുതിർത്തത് കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് ഗ്ലാസിൻ്റെ സൈഡൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റിൻ്റെ ഗുണങ്ങളെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. വൈറ്റമിൻ ഡെഫിഷ്യൻസിയൊക്കെയുള്ള കുട്ടികൾക്കും അതുപോലെ നല്ല ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു ജ്യൂസ് നല്ല ഹെൽത്തി ആയിരിക്കും. അധികം ഷുഗറൊന്നും ആഡ് ചെയ്ത് എടുത്താൽ മതി. ശരിക്കും ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ക്യാരറ്റിന് ടേസ്റ്റേ ഉണ്ടാവത്തില്ല. നമ്മൾ ക്യാരറ്റിന് ഫ്രഷ് ജ്യൂസ് അടിക്കുമ്പോൾ ഉള്ള ടേസ്റ്റേ അല്ല, ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ജ്യൂസ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.